Hello everyone, welcome to LK Group of Educational Services. കേട്ടറ്റിൻ്റെ കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റഡ് ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്കറിയാം ആറ്റം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം അല്ലേ. ആറ്റം എന്ന് പറയുന്നത് ഒരു മാറ്ററിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതുപോലെ തന്നെ ആ ഒരു വേർഡ് അത് ഡിറൈവ് ആയിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള അറ്റോമോസിൽ നിന്നാണ്. അറ്റോമോസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിസിബിൾ എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലേ. അതായത് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഈ ഒരു ആറ്റമാണ്. അതിനേക്കാളും ചെറിയൊരു പാർട്ടിക്കിൾ വേറെ ഇല്ല എന്നതാണ് അന്നത്തെ കാലത്ത് ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ അതിനുശേഷം നടന്ന ഒരുപാട് എക്സ്പെരിമെൻസിലൂടെ സയൻറ്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തു ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. എന്നിട്ട് അവയെ എന്ത് വിളിച്ചു? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? ഓക്കെ, വാട്ട് ആർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? നമുക്ക് നോക്കാം. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആർ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ സ്മോളർ ദാൻ ആറ്റംസ് വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. ആറ്റം എന്ന് പറയുന്നത് ഒരു മാറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ആറ്റത്തിനേക്കാളും വളരെ ചെറിയ പാർട്ടിക്കിൾസിനെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, അതുപോലെ തന്നെ ഇലക്ട്രോൺസ്. ഈ ഓരോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസും എങ്ങനെയാണ് അവയെ കണ്ടുപിടിച്ചത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് പ്രോട്ടോൺസ്. ഓക്കെ, പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ഓക്കെ, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ന്യൂക്ലിയസിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് പ്രോട്ടോൺസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ positively charged particles found in the nucleus of an atom can be called as protons, which is a subatomic particle. Okay, അപ്പോൾ ഈ ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോണിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു ആറ്റത്തിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് അറ്റോമിക് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഡിറ്റർമൈൻസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാർബൺ എടുക്കുകയാണ്. കാർബൺ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു കാർബൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 6 ആണ്. അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ 6 ആയത്. അപ്പോൾ നമ്മളിവിടെ ഒരു അറ്റോമിക് സിമ്പിൾ, ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് സിമ്പിൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എലമെൻറ്റിൻ്റെ സിമ്പിൾ, ഇപ്പോൾ കാർബൺ ആയതുകൊണ്ട് C എഴുതുന്നു. ഹൈഡ്രജൻ ആണ് എങ്കിൽ H, നൈട്രജൻ ആണ് എങ്കിൽ നമ്മൾ N. ഇങ്ങനെ ഓരോ എലമെൻറ്റിന് ഓരോ സിമ്പിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ആ സിമ്പിൾ എഴുതിയതിന് ശേഷം അതിൻ്റെ ലോവർ പോർഷനിലാണ് നമ്മൾ ഈ ഒരു അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഇപ്പോൾ ഇതിന് പകരം കാർബണിന് പകരം ഇവിടെ ഹൈഡ്രജൻ ആയിരുന്നു എങ്കിൽ നമ്മൾ എന്ത് എഴുതിയ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഹൈഡ്രജനിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ആകെ ഒരു പ്രോട്ടോൺ മാത്രമേ ഹൈഡ്രജനിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് പ്രോട്ടോൺസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമുക്ക് അറ്റോമിക് നമ്പർ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നൗ മൂവിങ് ഓൺ. ഡിസ്കവേർഡ് ബൈ. ഇനി ഈ ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോണിനെ ശരിക്കും ഡിസ്കവർ ചെയ്തത് ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതിനു മുന്നേ ഒരു എക്സ്പെരിമെന്റ് നടന്നിരുന്നു, അതായത് കനാൽ റേ ട്യൂബ് എക്സ്പെരിമെന്റ്. അത് ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അത് പ്രോട്ടോൺ ആണ് എന്ന് കണ്ടെത്തിയത് ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് ഗോൾഡ്സ്റ്റീൻ നടത്തിയ ആ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു എക്സ്പെരിമെന്റ് എന്താണ് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, എന്നിട്ട് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ ഏത് പോർഷനിൽ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തത് ആനോഡ്, അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്ത എന്താണ് കാഥോഡാണ്. അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് ഈ ഡിസ്ചാർജ് ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിലേക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുകയുണ്ടായി, ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ആരുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജന്റെ ആറ്റവുമായിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ അയോണൈസേഷൻ നടക്കുന്നു. അതായത് ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് എന്താ അവിടെ അയോണൈസേഷൻ നടക്കുന്നു. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ എന്താണ്, ആനോഡിനടുത്തേക്ക് അങ്ങനെ അയോണൈസേഷൻ നടന്നതിന് ശേഷം ആ ഒരു എടുത്ത ഹൈഡ്രജൻ ഗ്യാസിന്റെ അയോണൈസേഷൻ നടന്നതിന് ശേഷം ആ പാർട്ടിക്കിൾസ് ആരടുത്തേക്ക് പോകുന്നില്ല, ആനോഡിനടുത്തേക്ക് പോകുന്നില്ല. ആനോഡിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജിനടുത്തേക്ക് പോകുന്നില്ല. അതെന്താണ്, അദ്ദേഹം അവിടെ യൂസ് ചെയ്തത് ഒരു പെർഫറേറ്റഡ് കാഥോഡാണ്. പെർഫറേറ്റഡ് കാഥോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഹോൾസ് ഉള്ള കാഥോഡാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഈ ഒരു ഹോൾസ് ഉള്ള കാഥോഡിനടുത്തേക്ക് അത് പാസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹോൾസിൽ കൂടി അവിടെയുള്ള സ്ക്രീനിലേക്ക് ഈ ഒരു പാർട്ടിക്കിൾസ് എത്തി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഓക്കെ, ഈ ഒരു പാർട്ടിക്കിൾസ് ആനോഡിനടുത്തേക്കല്ല പോയത്, അത് കാഥോഡിനടുത്തേക്ക് നെഗറ്റീവിനടുത്തേക്കാണ് പോയത്. അപ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജിനടുത്തേക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തായിരിക്കണം, പോസിറ്റീവ് ചാർജുള്ള എന്തോ പാർട്ടിക്കിൾസ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു കനാൽ റേ ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ ഗോൾഡ്സ്റ്റീൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു റേസിനെയാണ് അദ്ദേഹം കനാൽ റേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് റേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോട്ടോൺ കൃത്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഇറ്റ് വാസ് ബൈ ഏർണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന്റെ ചാർജും മാസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചാർജ് എന്ന് പറയുന്നത് 1.602 × 10⁻⁻19 കൂളോംസും മാസ് എന്ന് പറയുന്നത് 1.6726 × 10⁻⁻27 കിലോഗ്രാംസും ആണ് പ്രോട്ടോണിന്റെ എന്താ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രോട്ടോൺസ്. ഓക്കെ, സബറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോൺസിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, മൂവിങ് ഓൺ, ഹിയർ കംസ് എ നെക്സ്റ്റ് സബറ്റോമിക് പാർട്ടിക്കിൾ, ന്യൂട്രോൺ. അപ്പോൾ പ്രോട്ടോൺ എന്ത് ചാർജാ, പോസിറ്റീവ് ചാർജാ. ന്യൂട്രോണിനപ്പം എന്താ, നോ ചാർജ് ആണ്. ഓക്കെ, അതിന് ചാർജ് ഇല്ല. സോ ഹിയർ ന്യൂട്രലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെയാണ്, അല്ലെങ്കിൽ ന്യൂട്രലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് ന്യൂട്രോൺസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഒരു എലമെന്റിന്റെ മാസ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് അറിയാമെങ്കിൽ നമുക്ക് മാസ് നമ്പർ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ദേ ഹാവ് എ സിമിലർ മാസ് ടു പ്രോട്ടോൺസ് ബട്ട് നോ ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഈ ഒരു ന്യൂട്രോണിന്റെ കേസ് എടുത്താൽ ന്യൂട്രോൺസിനും, ഓക്കെ, രണ്ട് ന്യൂട്രോൺസും പ്രോട്ടോൺസും എന്താ, ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. രണ്ടിനും ഒരേ മാസാണ്, പക്ഷേ ന്യൂട്രോണിന് ചാർജ് ഒന്നും തന്നെ ഇല്ല, പ്രോട്ടോണിന് അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അറ്റോമിക് സിമ്പിളിന്റെ കാര്യം പറഞ്ഞു. അറ്റോമിക് സിമ്പിളിന്റെ താഴെയായിട്ടാണ് നമ്മൾ എന്താ, അറ്റോമിക് നമ്പർ അല്ല, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്മൾ എഴുതുന്നത്. ഇനി ഈ ഒരു അറ്റോമിക് സിമ്പിളിന്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ എന്താണ് എഴുതുന്നത്, അവിടെ മാസ് നമ്പർ ആണ് എഴുതുന്നത്. ഇനി എങ്ങനെയാണ് ഈ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത്, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും കൂടി സം എടുക്കുമ്പോൾ ഓക്കെ നമുക്ക് എന്ത് കിട്ടുന്നു, മാസ് നമ്പർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചെയ്യുമ്പോൾ മാസ് നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് എന്താണ് ന്യൂട്രോൺസ് നമുക്ക് അറിയാമെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെ കൂടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ഒരു എലമെന്റിന്റെ മാസ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ന്യൂട്രോൺസിനെ ഡിസ്കവേർഡ് ചെയ്തത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്, ന്യൂട്രൽ ആണ്, നിൽ ചാർജ് ആണ്. മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ അതേ മാസ് തന്നെയാണ് ന്യൂട്രോൺസിനും ഉള്ളത്. 1.6726 × 10⁻⁻27 കിലോഗ്രാംസ് ആണ് ഈ ഒരു ന്യൂട്രോൺസിന്റെ എന്താണ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഈ ഒരു ന്യൂട്രോൺസ്. അതിന് ചാർജ് ഇല്ല, പക്ഷേ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ അതേ മാസാണ്. ജെയിംസ് ചാഡ്വിക് ആണ് അതിനെ ഡിസ്കവർ ചെയ്തത്. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ
തേർഡ് സബറ്റോമിക് പാർട്ടിക്കിൾ ദാറ്റ് ആർ ഇലക്ട്രോൺസ്. ഓക്കെ, ഒരു ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ ഒരു ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൽ കാണപ്പെടുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് എന്താണ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടോൺസും ന്യൂട്രോൺസും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. സോളാർ സിസ്റ്റത്തിൽ സൺ സെൻറ്ററിൽ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. ഇതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു പർട്ടിക്കുലർ സെന്ററിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഓർബിറ്റിൽ ഈ ഒരു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ആറ്റത്തിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ദീസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ഓർബിറ്റ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഇലക്ട്രോൺ ഷെൽസ്. ഇലക്ട്രോൺ ഷെൽസ് എന്നാണ് പറയുന്നത്, ആ ഒരു ഓർബിറ്റിനെ ഷെൽസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഷെൽസിൽ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്ന, ഓർബിറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾക്ക് ഇലക്ട്രോൺസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഹിയർ ഈ ഒരു ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ച എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കനാൽ റേ ട്യൂബ് എക്സ്പെരിമെന്റുമായിട്ട് സിമിലർ ആണ് ഇവിടെ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ആ ഒരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തപ്പോൾ ആ എക്സ്പെരിമെന്റിൽ നമ്മുടെ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തു. ഹൈഡ്രജൻ ഗ്യാസിന്റെ അയോണൈസേഷൻ വഴിയാണ് അവിടെ നമുക്ക് കനാൽ റേസ് കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നും തന്നെ എടുക്കുന്നില്ല, ഒരു ഗ്യാസും ഇവിടെ ഫില്ല് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ള് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിനെ ഇവാക്യുവേറ്റ് ചെയ്ത ശേഷം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് എന്ത് ചെയ്തു, ഈ ഒരു നെഗറ്റീവ് പാർട്ടിക്കിൾസ് പോയി. അതിനെയാണ് നമുക്ക് കാഥോഡ് റേസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അത് അവിടെയുള്ള സ്ക്രീനിൽ എന്താ, ഒരു ഫ്ലൂറസെൻസ് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് ആ ഒരു കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോയ റേസിന്റെ പേരാണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഈ കാഥോഡ് റേസിലാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ മൂന്നാമത്തെ സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത് -1.602 × 10⁻⁻19 കൂലോംസ് ആണ്. മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു മാസ് മാത്രമേ ഇലക്ട്രോൺസിന് ഇവിടെ ഉള്ളൂ. 9.1 × 10⁻31 കിലോഗ്രാം ആണ് ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നമ്മൾ ഓർത്തിരിക്കാനായിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം, ബി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദ അബവ്. ഏതാണ് ആൻസർ? ആസ് വി ഓൾറെഡി നോ, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആ ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 atoms are said to be isobars if, 2 atoms ഐസോബാർ ആണ് എന്ന് നമുക്ക് എപ്പോൾ പറയാൻ സാധിക്കുന്നു? അപ്പോൾ ഐസോബാർ എന്താണ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദേ ഹാവ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ, ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നൺ ഓഫ് ദ അബവ്. ഇവിടെ ഏതാണ് ആൻസർ? ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബവ്. കാര്യം ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ സെയിം ആയിട്ടും അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എലമെന്റ്സിനെയാണ് നമുക്ക് ഐസോബാർസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, 2 atoms are said to be isobars if they have the same mass number but different atomic number. ഓക്കെ, മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ അറ്റോമിക് നമ്പർ എന്തായിരിക്കാം? ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമുക്ക് ഐസോബാർസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഐസോബാർസ്, ഡിഫറെന്റ് അറ്റോമിക് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? ഡിഫറെന്റ് അറ്റോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അവിടെ എന്താണ് നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും കൂടി ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. ആ മാസ് നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഐസോബാർസ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഐസോടോപ്സ് എന്നാൽ അപ്പോൾ എന്താണ്? ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ കോൾഡ് ഐസോടോപ്സ്. ഓക്കെ, ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, പക്ഷേ ന്യൂട്രോണിന്റെ എണ്ണം ഡിഫറെൻ്റ് ആണ്. അതായത് അറ്റോമിക് നമ്പർ അവിടെ സെയിം ആയിരിക്കും, മാസ് നമ്പർ അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദേ ഷെയർ ഓൾമോസ്റ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് മാസ് ആൻഡ് ദെയർഫോർ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാം, പക്ഷേ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാസും വ്യത്യസ്തമായിരിക്കാം. കാര്യം അവിടെ എന്താണ്, അവിടെ ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രജൻ എടുക്കുന്നു. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ഒരു പ്രോട്ടോൺ മാത്രമേ ഹൈഡ്രജനുള്ളൂ. പക്ഷെ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് വ്യത്യസ്തമായിരിക്കാം. ഹൈഡ്രജന് ആദ്യം ഒരു ന്യൂട്രോൺ വരാം, പിന്നെന്താ 2 ന്യൂട്രോൺ വരാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, മാസ് നമ്പർ മാറുന്നു. അതായത് ആദ്യത്തെ ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്, രണ്ടാമത്തെ ഹൈഡ്രജന്റെ മാസ് നമ്പർ 2 ആകുന്നു, മൂന്നാമത്തെ ഹൈഡ്രജന്റെ മാസ് നമ്പർ 3 ആകുന്നു. അങ്ങനെ ഒരേ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റിന് തന്നെ ഡിഫറെന്റ് മാസ് നമ്പർ ഉണ്ടാകാം. അതിനെയാണ് നമുക്ക് ഐസോടോപ്സ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാ? ഹൈഡ്രജൻ, ഡിറ്റീരിയം, ട്രിഷ്യം ആർ എക്സാമ്പിൾസ് ഓഫ് ഐസോടോപ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതും ഐസോടോപ്പ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പോൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ കാർബൺ 12 ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ഇതെല്ലാം കാർബണിന്റെ ബേസിക് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. പക്ഷെ മാസ് നമ്പർ ഇങ്ങനെ വ്യത്യസ്തമായി വരുന്നതിനെയാണ് നമുക്ക് ഐസോടോപ്പ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അതേസമയം അറ്റോമിക് നമ്പർ ഡിഫറെന്റും അതേസമയം മാസ് നമ്പർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്കതിനെ ഐസോബാർസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്നും 3 സബറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ ന്യൂട്രോൺസിനെ പറ്റിയിട്ടും പിന്നെന്താ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്സ് ഐസോബാർസ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ സെഷൻ വെരി വെൽ. താങ്ക് യു.